തിരുവനന്തപുരം കോർപ്പറേഷനിൽ എല്ലാം മാറുകയാണ്. മേയർ വി രാജേഷ് ജനസേവനത്തിന്റെ പക്ഷമില്ലാത്ത മുഖമായി ഇതിനകം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ബിജെപിയെ കോർപ്പറേഷൻ ഭരിക്കാൻ അനുവദിക്കില്ലെന്ന മട്ടിൽ വിവാദങ്ങൾ തുടർച്ചയായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ശിവൻകുട്ടിയും കടകംപള്ളി സുരേന്ദ്രനും മുൻ മേയർ പ്രശാന്തുമൊക്കെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ തോറ്റമ്പി വീട്ടിലിരിക്കുമ്പോഴും മേയറും കോർപ്പറേഷൻ ഭരണകൂടവും തെരുവിൽ ജനങ്ങൾക്കൊപ്പമാണ്. വിഴിഞ്ഞം മതിപ്പുറം മേഖലയിൽ തകർച്ചയുടെ വക്കിലെത്തിയ ഫ്ളാറ്റുകൾ സന്ദർശിക്കാനെത്തിയ മേയർ പെരുമാറ്റം കൊണ്ട് ജനങ്ങളുടെ മനസ്സ് കവർന്നു. സന്ദർശനത്തെക്കുറിച്ച് മേയർ തന്റെ FBയിൽ കുറിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് ഹാർബർ വാർഡ് കൗൺസിലർ അഫ്സ സജീനയോടൊപ്പം മതിപ്പുറത്തെ ചില വീട്ടമ്മമാർ മേയറുടെ ഓഫീസിലെത്തിയത്. 2018-19 കാലഘട്ടത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും കോർപ്പറേഷന്റെയും ഉൾപ്പെടെ വിഹിതം ഉപയോഗിച്ച് നിർമ്മിച്ച് കൈമാറിയ ഫ്ളാറ്റുകൾക്ക് 2022 മുതൽ തന്നെ ചോർന്നൊരുക്കിയാണ്. കോൺക്രീറ്റ് പാളികൾ ഇളകി വീണ് സ്ത്രീകൾക്കും കുട്ടികൾക്കുമടക്കം നിരന്തരം പരിക്കേൽക്കുന്നുവെന്നായിരുന്നു പരാതി. പരാതി കേട്ട് മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ GS മഞ്ജു, കൗൺസിലർ VG ഗിരികുമാർ എന്നിവരോടൊപ്പം മേയർ മതിപ്പുറത്തെത്തി. 400ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഫ്ളാറ്റിന്റെ അവസ്ഥ നേരിട്ടറിഞ്ഞു. വീടിന്റെ ദുരവസ്ഥ ചൂണ്ടിക്കാട്ടിയ ഉമ്മമാരെ മേയർ ചേർത്ത് പിടിച്ചു. തകർച്ചയിലെത്തിയ ഫ്ളാറ്റുകളുടെ മുകളിൽ ഏണിയിൽ കയറി നോക്കി, പ്രശ്നങ്ങൾ മനസ്സിലാക്കി. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്ന് അവർക്ക് ഉറപ്പു നൽകി. കണ്ണീരോടെ മേയറുടെ മുന്നിൽ നിന്ന് ഉമ്മയെ ചേർത്ത് പിടിച്ച് എല്ലാം പരിഹരിക്കാനാണ് ഞങ്ങൾ വന്നതെന്നും മേയർ കൂട്ടിച്ചേർത്തു. ഇതിന്റെ ദൃശ്യങ്ങളിലേക്ക്.